സ്വർലോകനാടന്റെ നിത്യനാടാം ലോകം എന്നു ഞാൻ കാണുമാ നിത്യത. ഹായൻ പ്രേമമേ ഹാമേ ലോകമേ, ഹായൻ പ്രേമമേ ഹാമേ ലോകമേ എന്നു ഞാൻ കാണുമാ നിത്യത, എന്നു ഞാൻ കാണുമാ നിത്യത. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ബഹുമാന്യരായ എല്ലാ പ്രേക്ഷകരെയും കൂടാതെ യൂട്യൂബ് വഴിയും മറ്റ് ഇതര സാധ്യതകൾ കൂടെ കേൾക്കുന്നവരുമായ എല്ലാ എൻ്റെ സഹോദരി സഹോദരന്മാരെയും മാതാപിതാക്കളെയും യേശുവിൻ്റെ നാമം ചൊല്ലി അനുഗ്രഹിക്കുകയും നിങ്ങളെ സ്വാഗതം ആശംസിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കും സഹകരണത്തിനും നന്ദി പറയുന്നു. നിങ്ങൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് നിങ്ങളോട് അപേക്ഷിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ഈ ശുശ്രൂഷയിൽ പ്രാപ്തി പോലെ പങ്കാളികളാകാം. ദൈവം അതിനായിട്ട് സഹായിക്കട്ടെ. ഈ ലിങ്ക് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക, വാർത്ത ഷെയർ ചെയ്യുക, അതുപോലെ ഇത് ലൈക്ക് ചെയ്യുക. അതിനായിട്ട് ദൈവം നിങ്ങളെ ഒരുക്കട്ടെ എന്ന് ആഗ്രഹിച്ചും പ്രാർത്ഥിച്ചും കൊണ്ട് നമുക്ക് വിഷയത്തിലേക്ക് തിരിയാം. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചത് ലോകത്തെ താങ്ങുന്ന 3 മധ്യസ്ഥർ. ഒരു സത്യം പറയുമ്പോൾ, ഒരു യാഥാർത്ഥ്യം അറിയിക്കുമ്പോൾ അത് അങ്ങനെയോ ഇങ്ങനെയോ എന്ന് സംശയിക്കുന്നത് ന്യായമാണെങ്കിലും അങ്ങനെയുള്ള ആൾക്കാർ വിളിച്ച് ചോദിക്കുകയോ അന്വേഷിക്കുകയോ ചെയ്യാതെന്നല്ലാതെ, അല്ലെങ്കിൽ ആ കൊട്ടേഷൻ പരിശോധിച്ച് നോക്കുക എന്നുള്ളത് പറഞ്ഞാൽ ബൈബിൾ വാക്യങ്ങളെ വചനങ്ങളെ പരിശോധിച്ച് നോക്കുക എന്നുള്ളതാണ് അതിൻ്റെ ശരിയായ വശം. ഉടനെ തള്ളുകയും അപലപിക്കുകയും വിമർശിക്കുകയും ചെയ്യുകയല്ല ആവശ്യം. ആകട്ടെ, ലോകത്തെ താങ്ങുന്ന 3 മധ്യസ്ഥന്മാരിൽ ഇന്ന് രണ്ടാമത്തെ ആളെ തിരുവഴുത്തിൽ കൂടെ ചൂണ്ടിക്കാണിക്കാൻ പോവുകയാണ്. തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം 7-8 വാക്യങ്ങൾ വായിക്കുന്ന കേൾക്കുക. 7-8 വാക്യങ്ങൾ. അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. ഇതുവരെ തടുക്കുന്നവൻ വഴിയിൽ നിന്ന് നീങ്ങിപ്പോക മാത്രം വേണം. ഓക്കെ, അപ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെട്ടു വരും. മതി. അധർമ്മത്തിൻ്റെ രഹസ്യം, സ്വഭാവം ഇപ്പോഴേ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അധികം ആരും അത് ശ്രദ്ധിക്കുകയോ ചിന്തിക്കുകയോ മുഖവിലക്കെടുക്കുകയോ ചെയ്യാറില്ല. എൻ്റെ ഈ പ്രായത്തിന് അകത്ത് 100 കണക്കിന് കുടുംബങ്ങളെ എനിക്കറിയാം. എന്നോടവർ ചോദിച്ചിട്ടുള്ളത് എന്താണ് ഇങ്ങനെയെന്ന്. എന്നോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുകയും പ്രാർത്ഥിക്കുകയും അനേക കുടുംബങ്ങൾക്ക് വിടുതൽ ഉണ്ടാകുകയും ചെയ്തത് എനിക്കറിയാം. എന്താണ് അധർമ്മത്തിൻ്റെ മർമ്മം? മർമ്മം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രഹസ്യമെന്നാണ്. അതൊരു രഹസ്യമാണ്. പക്ഷേ അത് അധർമ്മമാണ്. ധർമ്മമല്ല, അധർമ്മമാണ്. അതിൻ്റെ ഉപദ്രവം വ്യാപരിക്കുന്നുണ്ട്. ഈ ഒരു എപ്പിസോഡിൽ കൂടെ അത് നിങ്ങളെ ബോധ്യപ്പെടുത്തുക, മനസ്സിലാക്കുക എന്നുള്ളത് എളുപ്പമല്ല. എന്നാൽ കാതലായ കാര്യം, കാമ്പായ കാര്യം, ക്രീമായ കാര്യം ചൂണ്ടിക്കാണിക്കാനാണ് വരുന്നത്. 3 മധ്യസ്ഥന്മാരിൽ ഒരാൾ യേശു ക്രിസ്തുവായിട്ട് കഴിഞ്ഞ ആഴ്ച കാണിച്ചു. അവൻ അത് 24 മണിക്കൂറും പിതാവിൻ്റെ വലത്തുഭാഗത്ത് മധ്യസ്ഥം ചെയ്യുന്നുവെന്നും അതേ കാര്യം തൻ്റെ ശിഷ്യന്മാരെ, തൻ്റെ പ്രവർത്തകരെ ഏൽപ്പിച്ചിട്ടുണ്ടെന്നും കണ്ടു. ഇന്ന് നോക്കുന്നത് പരിശുദ്ധാത്മാവാണ് ഇതിനെപ്പറ്റിയാണ്. തടുക്കുന്നവൻ വഴിയിൽ നിന്ന് മാറണം. തടുക്കുക എന്ന് പറഞ്ഞാൽ തടയുന്നു. സാധ്യമല്ല, അരുതെന്ന് പറഞ്ഞ് തടയുന്നു. സാത്താന്യമായ ശക്തികളെ തടയുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. തടയുന്നില്ലായിരുന്നെങ്കിൽ എന്താകും എന്ന് ആരെങ്കിലും യുക്തിക്ക് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇത്തിരി കാലം കൂടെ ക്ഷമിക്കുക.
പരിശുദ്ധാത്മാവ് തൻ്റെ സഭയെ കൊണ്ടുകൊണ്ട് പോയി കഴിയുമ്പോൾ കാണാം തടഞ്ഞുകൊണ്ടിരുന്ന ആരാണെന്ന്. തടയാൻ ആളില്ലാണ്ട് വരുമ്പോൾ അറിയാം തടഞ്ഞുകൊണ്ടിരുന്ന ആരാണെന്ന്. അതേ ഉള്ളതിന് മറുപടി. അപ്പം അതുകൊണ്ട് 2:7-8 പറഞ്ഞത് അതിപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്, പക്ഷേ അത് വെളിപ്പെടാൻ കഴിയുന്നില്ല. വെളിപ്പെടാൻ കഴിയാതെയും അതിൻ്റെ പൂർണ്ണ രൂപത്തിൽ അത് പ്രവർത്തിക്കാൻ ആ ശക്തി കഴിയാതെയും ഒക്കെ ആയിരിക്കുന്നത് ഈ തടയൽ കൊണ്ടാണ്. മഹാപീഡന കാലം എന്ന കാലം ഒന്ന് വരുന്നുണ്ട്. അത് വെളിപ്പെടാതിരിക്കുന്നതും അതിലെ രുചി ലോകം അറിയാതിരിക്കുന്നതും എന്താ കാരണം? സഭയോടെ ഉള്ളതുകൊണ്ടാണ്. സ്തോത്രം. സുമാർ പറയുന്ന, ഏകദേശം പറയുന്ന, ഒരു കൊട്ടേഷൻ പറയുന്ന, ഊഹാവകം പറയുന്ന പദ്ധതിയൊന്നും പരിപാടിയൊന്നും അല്ലെങ്കിൽ പരിചയമൊന്നും ഞങ്ങൾക്കില്ലെന്ന് മാത്രമല്ല, ഞങ്ങൾക്ക് പറ്റത്തില്ല, സാധ്യമല്ല. സഭ ലോകത്തിലുള്ളപ്പോൾ സാത്താനും സൈന്യത്തിനും ജയിക്കാൻ കഴിയത്തില്ല. എങ്ങനെയെല്ലാം വെല്ലുവിളിച്ചാലും പോരാടിയാലും ഉപദ്രവിച്ചാലും കൊലയ്ക്ക് കൊടുത്താലും സാത്താൻ ജയിക്കത്തില്ല. കാരണം നമ്മൾ ശരിയായ ദിശയിൽ കൂടെ ചിന്തിച്ചാൽ എത്ര ശക്തവാനാണ് സാത്താൻ എന്ന് പറഞ്ഞാലും അവൻ രണ്ടാമനാണ്. അവൻ്റെ ശക്തി അടിയറ വെപ്പിച്ചവനാണ് ഒന്നാമൻ. അവനെ നിർവീര്യമാക്കിയവനാണ് അവൻ. ആരാണ് ഒന്നാമൻ? ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ല. പാതാളത്തിലെ സൈന്യം ഒന്നിച്ചിറങ്ങിയാലും ആ ഗോപുരത്തിലൂടെ എല്ലാവരും കൂടെ ഇങ്ങോട്ട് ഇറങ്ങിയാലും ജയിക്കത്തില്ല. കാരണം സഭയ്ക്ക് വേണ്ടി വില കൊടുത്തവനും സഭയ്ക്ക് വേണ്ടി മധ്യസ്ഥം ചെയ്യുന്നവനും സഭയ്ക്ക് വേണ്ടി ലോകത്തിൽ വന്നവനും സഭയെ പണിയാൻ ആരംഭിച്ചവനും വിട്ടുകൊടുക്കുകയില്ല. ഇതാണ് മർമ്മം. പൗലോസ് മറ്റൊരു ഭാഗത്ത് പറഞ്ഞു, ദൈവഭക്തിയുടെ മർമ്മം സമ്മതമാമണ്ണം വലിയതാകുന്നു. ആ വലിയ മർമ്മം, ആ വലിയ രഹസ്യം അന്വേഷിച്ചവർക്ക് മനസ്സിലായിട്ടുണ്ട്, വെളിപ്പെട്ടിട്ടുണ്ട്. ആഗ്രഹിച്ചവർക്ക്, അതിന് കൃത്യം അറിയാൻ വേണ്ടി കൊതിച്ചവർക്ക്, അധ്വാനിച്ചവർക്ക് അത് വെളിപ്പെട്ടിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ സാത്താന്യ ശക്തിയുടെ ദൂതസൈന്യം എന്ന് ഒന്നിച്ചിറങ്ങിയാലും ഇതിനെ വെല്ലാൻ, ഇതിനെ ജയിക്കാൻ പറ്റത്തില്ല. എന്നാൽ അതുകൊണ്ട് തന്നെ ദൈവാത്മാവ് തടയുന്നതുകൊണ്ട് തന്നെ അവൻ്റെ അധർമ്മമൂർത്തിയുടെ ആ ശക്തി, ആ മർമ്മം വെളിപ്പെട്ടു വരാൻ തടസ്സമായിരിക്കുന്നു. അത് പരിശുദ്ധാത്മാവ് തടയുന്നു എന്ന് പറഞ്ഞാൽ അത് റോമാലേഖനം 8:26-27 കൂടെ ഒന്ന് വായിച്ചു നോക്കാം. ഞാൻ പറഞ്ഞ കാര്യത്തിന് ശരിയായ അർത്ഥമറിയുവാനായിട്ട്. ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. എന്നാൽ ആത്മാവ് വിശുദ്ധർക്ക് വേണ്ടി ദൈവഹിതപ്രകാരം പക്ഷപാതം ചെയ്യുന്നത് കൊണ്ട് ആത്മാവിന്റെ ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നു. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. മതി. പക്ഷപാതം എന്ന് 2 പ്രാവശ്യം അവിടെ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷപാതം എന്ന് പറഞ്ഞാൽ ഈ പക്ഷത്ത് നിന്നുകൊണ്ട് ചില ന്യായവാദങ്ങൾ കാണിച്ചുകൊണ്ട് വാദഗതി നടത്തുന്നു. പരിശുദ്ധാത്മാവ് കാണിക്കുന്ന ന്യായവാദം യേശുക്രിസ്തുവിനെയാണ്. യേശുക്രിസ്തു ഈ ജനത്തിൻ്റെ പാപത്തിന് പകരമായി, ലോകത്തിൻ്റെ ശാപത്തിനും പാപത്തിനും പകരമായി മരിച്ച് മരണത്തിന് പിടിച്ചു വെക്കാൻ കഴിയാത്തത് ആ വലിയ ശക്തിയെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് വന്നതുകൊണ്ട് യേശുവിനെ കാണിച്ചുകൊണ്ട്
പരിശുദ്ധാത്മ വാദിക്കുകയാണ്. പറ്റില്ല പറ്റില്ല പറ്റില്ല. അങ്ങനെ അധർമ്മമൂർത്തി വെളിപ്പെടാൻ കഴിയാതെ വരുന്നു. അവന് സ്റ്റാൻഡില്ലാതെ വരുന്നു. സ്തോത്രം. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറയുകയാണെങ്കിൽ, ഞാൻ ചിലപ്പോൾ എൻ്റെ വീട്ടിൽ പറയും, അല്ലെങ്കിൽ വീട്ടിൽ വരുന്നവരോട് പറയും, കൗൺസിലിങ്ങിനും പ്രാർത്ഥനയ്ക്കും കുറച്ച് നേരം സംസാരിക്കും, സംശയ നിവാരണത്തിനൊക്കെ വേണ്ടി വരുന്നവരോട് പറയും. എൻ്റെ അടുത്ത് വരുന്നിട്ട് പോകുന്ന ആൾക്കാർ പോകാൻ നേരത്ത് പറയും, അരമണിക്കൂറോ 15 മിനിറ്റോ അതിലധികം സമയമോ ഒക്കെ ഇരുന്നിട്ട് പോകുന്ന നേരത്ത് പറയും. എൻ്റെ ഭാര്യയോടാണ് കൂടുതൽ പറയുക. അത് വരുന്നതിൽ പലരും സ്ത്രീകളായിരിക്കും. എൻ്റെ അമ്മച്ചി ഇവിടെ ഒന്ന് സംസാരിച്ച് കഴിയുമ്പോൾ എന്തോ ഒരു തണുത്ത കാറ്റ്, എന്തോ ഒരു ചൈതന്യം, എന്തോ ഒരു ആശ്വാസം, എന്തോ ഒരു വിടുതൽ ലഭിച്ചതുപോലെ തോന്നുകയാണ്. അവർ തമ്മിൽ പറയുന്നു, ഞാൻ കേൾക്കും, ദൂരെ നിന്ന് കേൾക്കുന്നു, അത്രയേ ഉള്ളൂ. അവർ പോയി കഴിയുമ്പോൾ എന്താണെന്ന് മിസ്സസിനോട് ചോദിക്കുമ്പോൾ അത് പറഞ്ഞു തരുന്നു. ഞാൻ പറഞ്ഞത്, ദൈവകൃപയുടെ വ്യാപാരം, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം, പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണം ഉള്ളിടത്ത് പൈശാചിക ശക്തികൾക്ക് സ്റ്റാൻഡില്ല. സ്റ്റാൻഡില്ല. സ്വോത്രം. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ SP-യുടെയോ IG-യുടെയോ അതിന് മുകളിലുള്ളവരുടെയോ ഓഫീസിൽ ഒരു പരാതി കൊടുത്തിട്ട് സാധാരണ പോലീസുകാർ പെട്ടെന്നൊന്നും പ്രതികളെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അവർക്കിതിന് സ്റ്റാൻഡില്ല. ഇതിന് കേസ് മുകളിൽ കിടക്കുകയാണ്. പ്രിയരെ, ഞാൻ ആ ഡിപ്പാർട്ട്മെൻറ്റിനെ തൊട്ട് പറഞ്ഞതല്ല, മനസ്സിലാകുന്നതിന് വേണ്ടി പറഞ്ഞതാണ്. എന്നതുപോലെ യേശുക്രിസ്തുവിൻ്റെ വകയായിരിക്കുന്ന എന്നെ, എൻ്റെ കുടുംബത്തെ വല്ലാതെ ഇട്ട് അലട്ടുവാൻ പൈശാചികശക്തി സ്റ്റാൻഡില്ല. കാരണം അതിനേക്കാൾ മീതെയുള്ള ഒരാൾ അവിടെ നിൽക്കുകയാണ്. ഇത് രണ്ടും ആത്മാവിലെ കാര്യങ്ങളാണ്. മനസ്സിലാക്കാൻ പ്രയാസം നിങ്ങൾക്ക് തോന്നിയേക്കാം. മനസ്സിലാകാതിരിക്കുന്ന കാരണം നിങ്ങളിതിനെ പ്രാർത്ഥനയോടെ സമീപിച്ചിട്ടില്ല, നിങ്ങളിതിനെ വിശ്വാസത്തോടെ സമീപിച്ചിട്ടില്ല, ഇതറിയാൻ വേണ്ടി നിങ്ങൾ താല്പര്യമെടുത്തിട്ടില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലാകാത്തത്. ഇത് മഹത്തായ കാര്യമാണ്, ബൃഹത്തായ കാര്യമാണ്, ഉന്നതമായ കാര്യമാണ്, ശ്രേഷ്ഠമായ കാര്യമാണ്. യേശുക്രിസ്തു ആരാണവൻ? സ്തോത്രം. നിങ്ങൾക്കറിയാം, ഞാൻ എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മഹാദൈവമായിരുന്നവൻ തന്നെ ഈ ജനത്തെ രക്ഷിക്കാൻ വേണ്ടി ലോകത്തിൽ മനുഷ്യവേഷത്തിൽ വന്നു എന്നതുകൊണ്ട് അവൻ മറിയയുടെ മകൻ, യോസേപ്പിൻ്റെ മകൻ, ആശാരി എന്നൊക്കെ പറഞ്ഞ് അവനെ കളിയാക്കുന്ന, അവനെ ചെറുതാക്കുന്ന, അവനെ കൊച്ചാക്കുന്ന, അവനെ അവമാനിക്കുന്ന ഇത്രയും നാണം കെട്ട പരിപാടി വേറെയുണ്ടോ? ഒന്ന് വായിച്ചു നോക്കിക്കേ. എൻ്റെ സിസ്റ്ററെ, ആ ഭാഗം ഒന്ന് വായിച്ച് എനിക്ക് ഇപ്പോൾ തോന്നുകയാണ് വായിപ്പിക്കാൻ. മർക്കോസ് എഴുതിയ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ ഒന്നുപോലെ ഒന്ന് വായിച്ച്. അവൻ അവിടെ നിന്ന് പുറപ്പെട്ട് തന്റെ പിതൃനഗരത്തിൽ ചെന്നു. യേശു വന്നത് പിതൃഭവനത്തിലാണ്, പിതൃനഗരത്തിലാണ്. വന്നോ, വായിച്ചാട്ടെ. അവന്റെ ശിഷ്യന്മാരും അനുഗമിച്ചു. ശബത്തായപ്പോൾ അവൻ പള്ളിയിൽ ഉപദേശിച്ചു തുടങ്ങി. പലരും കേട്ട് വിസ്മയിച്ചു. ഇവന് ഇവ എവിടെ നിന്ന്? ഇവന് കിട്ടിയ ഈ ജ്ഞാനവും ഇവന്റെ കയ്യാൽ നടക്കുന്ന വീര്യപ്രവൃത്തികളും എന്ത്? ഇത് എവിടെയുള്ളവരാണ് ചോദിക്കുന്നത്, പറയുന്നത്? പള്ളിയിലുള്ളവർ. യേശു എവിടെയാ പോയത്? പള്ളിയിൽ. യേശുവിൻ്റെ എന്താ പള്ളിയായിട്ട് കാര്യം? യഹൂദന്മാരുടെ ആരാധനാ സ്ഥലം. യേശു ആരാണ്? മതപരമായിട്ട് നോക്കിയാൽ യഹൂദനാണ്. അവിടെ വന്നിരിക്കുന്നവരൊക്കെ ആരാണ്? യഹൂദന്മാരാണ്. അവർ തമ്മിൽ ചോദിക്കുകയാണ്, ഇവനിതൊക്കെ എവിടെ നിന്ന് കിട്ടി? അടുത്ത് വായിച്ചാട്ടെ. ഇവൻ മറിയയുടെ മകനും യാക്കോബ്, യോസെ, യൂദ, ഷീമോൻ എന്നിവരുടെ സഹോദരനുമായ തച്ചനല്ലയോ? തച്ചനല്ലയോ? ആശാരി അല്ലയോ? ഇവന്റെ സഹോദരികളും ഇവിടെ നമ്മോടുകൂടെ ഇല്ലയോ എന്ന് പറഞ്ഞ്. അവന് സഹോദരിമാരുണ്ട്. മറിയയിൽ നിന്ന് ജനിച്ചത്. സഹോദരന്മാരായവരെ 3 പേരുടെ പേര് പറഞ്ഞിട്ടുണ്ട്. അതെ, ഇങ്ങനെയൊക്കെ 4 പേരുടെ പേര് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പറയും, ഇവനിങ്ങനെയുള്ളവനല്ലയോ? ഇതല്ലയോ അത്? സ്വന്തം പിതൃനഗരത്തിലെ പിതൃഭവനത്തിലെ ആ
ഇടവക പള്ളിയിലെ ആൾക്കാരുടെ നിരൂപണം വായിച്ചാട്ടെ. യേശു അവരോട്, ആ ഒരു പ്രവാചകൻ തന്റെ പിതൃനഗരത്തിലും ചാർച്ചക്കാരുടെ ഇടയിലും സ്വന്തം ഭവനത്തിലും അല്ലാതെ 3 സ്ഥലം ചാർച്ചക്കാരുടെ ഇടയിൽ പിതൃഭവനത്തിൽ സ്വന്തം അല്ലാതെ ബഹുമാനമില്ലാത്തവനല്ല എന്ന് പറഞ്ഞ് യേശുവിനെ അവർ ബഹുമാനിച്ചില്ല. പറഞ്ഞു വായിച്ചാട്ടെ. ഏതാനും ചില രോഗികളുടെ മേൽ കൈവച്ച് സൗഖ്യം വരുത്തിയതല്ലാതെ അല്ലാതെ അവിടെ വീര്യപ്രവൃത്തി ഒന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല. നിർത്തിക്കേ. അവിടെ അവന് കാര്യമായിട്ടൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അടുത്ത വാക്യോടെ വായിച്ചേ. അവരുടെ അവിശ്വാസം ഹേതുവായി മതി. ചെയ്യാൻ കഴിഞ്ഞില്ല. യേശുവിന് കഴിഞ്ഞില്ല, കഴിവില്ല എന്ന് പറയുന്നത് ഒരു വിധത്തിലും ദൈവവചനമായിട്ട് പൊരുത്തപ്പെടുന്നതാണോ? അല്ല. പിന്നെ കഴിഞ്ഞില്ല എന്ന് എഴുതാൻ കാരണം അവനോട് പ്രവർത്തിക്കാൻ ഇവരെ അനുവദിച്ചില്ല. അനുവദിക്കാഞ്ഞതിൻ്റെ കാരണം എന്താണ്? അവിശ്വാസം. അവനിട്ട് കൊടുത്ത മാർക്കാണ്. ഇന്ന സഹോദരന്മാരുടെ കൂട്ടത്തിലൊരു സഹോദരൻ, ഇന്ന സഹോദരിമാരുടെ കൂട്ടത്തിൽ അവരുടെ ഒരു സഹോദരൻ അല്ലെങ്കിൽ ആങ്ങള, ഇവരുടെ അപ്പൻ ഇന്നതാണ്, ഇവരുടെ അമ്മ ഇന്നതാണ്, ഇവന് തൊഴിൽ ഇന്നതാണ്. ഇനി എന്താ യേശുവിനെ പറ്റി താത്തി കെട്ടാൻ പറയേണ്ടത്? അവർ സ്വജാതിക്കാരോ വിജാതിയരോ എന്നും പ്രശ്നം സ്വജാതിക്കാരുടെ ഇടയില്ല. ഞാൻ ആ ഭാഗം വിടട്ടെ. യേശുവിന് കഴിഞ്ഞില്ല. അവിശ്വാസം ദൈവപ്രവൃത്തിയെ തടയുന്നു. അവിശ്വാസം അനുഗ്രഹത്തെ നഷ്ടപ്പെടുത്തുന്നു. അവിശ്വാസം സ്വസ്ഥത കെടുത്തുന്നു. അനുഗ്രഹം പ്രാപിപ്പാൻ യേശു അരികത്ത് വന്നപ്പോൾ യേശുവിൽ നിന്ന് അനുഗ്രഹം ചോദിച്ചു വാങ്ങുകയോ കൈവച്ച് പ്രാർത്ഥിപ്പിക്കുകയോ ചെയ്യാമാകുന്ന സ്ഥാനത്ത് ഈ നിരൂപണമൊക്കെ ഇവിടെ എല്ലാം കൂടെ കൂട്ടിക്കൊഴിച്ച് വാരിക്കൂട്ടിയപ്പോൾ യേശു പറഞ്ഞു, ഇവിടെ പ്രവർത്തിക്കാൻ അധികം പറ്റത്തില്ല, ഇവിടെ വിട്ടുപോകുക. നിങ്ങൾക്ക് പിന്നീട് വായിച്ചാൽ കാണാം. സ്തോത്രം. നിങ്ങളിൽ ആരൊക്കെ മറിയയ്ക്ക് വേറെ മക്കളെന്ന് സമ്മതിക്കും? സ്തോത്രം. എന്നാൽ പുസ്തകം വിശ്വസിക്കുന്നവരായവർക്ക് അറിയാം ഉണ്ടായിരുന്നു എന്ന്. അഥവാ ഏറ്റവും കുറഞ്ഞത് 7 മക്കളായിരുന്നു മറിയയ്ക്ക്. ഒന്നാമത്തെ യേശു, ബാക്കി 6 പേര് വേറെ. സ്തോത്രം. ആ വാക്യം മാത്രം ഒന്ന് വായിക്കാമോ? ഇവൻ മറിയയുടെ മകനും മറിയയുടെ മകൻ യാക്കോബ് യോസെ യൂദ ശിമോൻ എന്നിവരുടെ സഹോദരനുമായ 4 സഹോദരന്മാരുടെ കൂട്ടത്തിലൊരു സഹോദരൻ. 5. ഇവന്റെ സഹോദരികളും ഇവിടെ നമ്മോട് സഹോദരികൾ എന്ന് പറഞ്ഞപ്പോൾ ഒന്നിലധികം 2 പേരെ കൂട്ടിയാൽ 5 × 7. യേശു ഉൾപ്പെടെ 7 മക്കൾ. 7 മക്കളുള്ള മറിയയാണ് വേറെ മക്കളില്ല എന്ന് പറഞ്ഞ് ജനത്തെ ഈ വിധത്തിൽ വശീകരിച്ച് വഞ്ചിച്ചിരിക്കുന്നത്. ഇത് സാധാന്യമായ വലിയ ചതിയല്ലാതെ വേറെ എന്താണ്? നമുക്കതല്ല വിഷയം. നമുക്ക് വിഷയം അധർമ്മത്തിൻ്റെ മർമ്മം എന്ന് പറയുന്ന സാത്താന്യ മൂർത്തികൾ ഇവിടെ പ്രവർത്തിക്കാൻ കഴിയാതെ തടയപ്പെട്ടിരിക്കുന്നത് പരിശുദ്ധാത്മാവാണെന്നാണ്. പരിശുദ്ധാത്മാവ് ലോകത്തിന് വേണ്ടി മധ്യസ്ഥം അണയ്ക്കുന്നു. 2 തരം ആൾക്കാർക്ക് വേണ്ടി മധ്യസ്ഥം അണയ്ക്കുന്നു. 2 തരം ആൾക്കാർക്ക് വേണ്ടി. ആരാണ് 2 തരം ആൾക്കാർ? സ്തോത്രം. 1 അവൻ്റെ സഭാജനം, 2 സഭയിൽ പെടാത്തവർ അല്ലെങ്കിൽ സഭയിൽ വരാത്തവർ. സഭയിൽ വരാത്തവർ എന്ന് പറഞ്ഞാൽ ദൈവസഭയ്ക്കകത്ത് ഇന്ന് വരെ മാനസാന്തരപ്പെട്ട് ദൈവകൽപ്പന അനുസരിച്ച് കയറിയിട്ടില്ലാത്തവർ. അതാണ് സഭയിൽ വരാത്തവർ എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ 2 തരം ആൾക്കാർക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് മധ്യസ്ഥം അണയ്ക്കുന്നത് കൊണ്ട്, പരിശുദ്ധാത്മാവ് ഈ അധർമ്മമൂർത്തിയെ തടയുന്നത് കൊണ്ട് സാധിക്കുന്നില്ല. 8 റോമാലേഖനം 26-27 വായിച്ചതാണ്. അവൻ പക്ഷപാതം ചെയ്യുന്നു. ഇവരുടെ പക്ഷം നിന്നുകൊണ്ട് യേശുവിനോട് പക്ഷപാതം ചെയ്യുന്നു. യേശു 24 മണിക്കൂറും ദൈവത്തോട് പക്ഷപാതം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അഡ്വക്കേറ്റിൻ്റെ ജോലി ചെയ്യുന്നു. അങ്ങനെ ഇന്നത്തെ ലോകം ഒരുവിധം ഇത്രയെങ്കിലും സമാധാനത്തോടെ പോകുന്നു എന്ന് മനസ്സിലാക്കാൻ നമ്മുടെ ബുദ്ധിയെ ദൈവം തുറന്നു തരുമാറാകട്ടെ. വെളിപ്പാട് പുസ്തകം 19-20 ഒന്ന് പോയിട്ട് വരാം. ആമേൻ. സ്വതന്ത്രം.
മുമ്പാകെ താൻ ചെയ്ത അടയാളങ്ങളാൽ മനുഷ്യരെ ചതിച്ച് ഒന്നുകൂടി ആ വാക്യം ആദ്യം ഒന്നുകൂടി വായിച്ച്. മൃഗത്തെയും അതിന്റെ മുമ്പാകെ താൻ ചെയ്ത അടയാളങ്ങളാൽ അവൻ അടയാളം ചെയ്യുന്നവനാണ്. അടയാളങ്ങളാൽ മനുഷ്യനെ അനുഗ്രഹിച്ചു എന്നല്ലേ എഴുതേണ്ടത്? മനുഷ്യരെ ചതിച്ച്. അനുഗ്രഹിച്ചു എന്നല്ല, ചതിച്ച്. അനുഗ്രഹിച്ചു എന്ന് വായിച്ചു എന്നല്ല ഞാൻ പറഞ്ഞത്, അനുഗ്രഹിച്ചു എന്നാണ് എഴുതേണ്ടത്. പക്ഷെ എഴുതിയത് എന്താ? മനുഷ്യരെ ചതിച്ചു. സ്തോത്രം. മനുഷ്യൻ ഇവരുടെ കസ്റ്റഡിയിലാകണമെങ്കിൽ അവൻ പറയുന്നതെല്ലാം കേട്ട് ചെയ്യണം. ആ ചെയ്യുന്ന കാര്യത്തിൽ ഓഫറുകളുണ്ട്. ആ ഓഫറുകൾ തെസ്സലോനിക്കർ മടങ്ങി വന്നാട്ടെ. 2 തെസ്സലോനിക്കർ 2-ാം അധ്യായത്തിലെ ആ ഓഫർ നമുക്ക് നോക്കാം. 2 തെസ്സലോനിക്കർ 2:9 വായിച്ച്. അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്ക് സാത്താന്റെ വ്യാപാര ശക്തിക്കൊത്തവണ്ണം. സാത്താന്റെ വ്യാപാര ശക്തി. അപ്പൊ അധർമ്മൂർത്തി ആരാന്ന് മനസ്സിലായല്ലോ. സാത്താന്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും അനീതിയുടെ സകല വഞ്ചനയോടും കൂടെ ആയിരിക്കും. അപ്പൊ എന്തൊക്കെയുണ്ട്? 4 കാര്യം. 4 കാര്യം മാത്രം പറ, വായിക്കും. വ്യാജമായ സകല ശക്തിയോടും. വ്യാജമായ ശക്തി, വ്യാജം അവന്റെ കയ്യിലുള്ളതാണ്. അടയാളങ്ങൾ അവന്റെ കയ്യിലുള്ളതാണ്. അത്ഭുതങ്ങളും അവന്റെ കയ്യിലുള്ളതാണ്. അനീതിയുടെ സകല വഞ്ചനയോടും കൂടെ ആയിരിക്കും. ചില ആൾക്കാരോട് ദൈവത്തെക്കുറിച്ചോ മനുഷ്യൻ്റെ ഭാവിയെക്കുറിച്ചോ ആത്മരക്ഷയെക്കുറിച്ചോ പറയുമ്പോൾ അവർ പലതരത്തിലുള്ള ന്യായവാദങ്ങൾ പറയും. എന്താണ് ന്യായവാദം? ഞങ്ങൾക്ക് അത് കിട്ടി, ഞങ്ങൾക്ക് ഇത് കിട്ടി, കൊച്ചിന് നല്ല മാർക്ക് കിട്ടി, കൊച്ചിന് പഠിക്കാൻ നല്ല സീറ്റ് കിട്ടി, കൊച്ചിന് ജോലി കിട്ടി, ഇപ്പോൾ ഞങ്ങൾ ഒരുവിധം പച്ച പിടിച്ച് വരുന്നതേ ഉള്ളൂ, കടങ്ങൾ തീർന്ന് വരുന്നതേ ഉള്ളൂ. ഇവർ സന്തോഷിച്ച് ആശ്വസിച്ച് ഇതൊക്കെ ദൈവം കൊടുത്താണെന്ന് പറഞ്ഞ് കാത്തിരിക്കുക. ഇപ്പോഴും കണ്ടന്തടിക്ക് മുണ്ടന്തടിയായിട്ട്, കട്ടയ്ക്ക് കട്ടയായിട്ട് എല്ലാ സ്ഥലത്തും എല്ലാ വിഷയത്തിലുള്ള കലഹങ്ങളിൽ ഇവരുണ്ടാവും. ഇതൊക്കെ പറയുകയും ചെയ്യും. സ്തോത്രം. വചനപ്രകാരം കാര്യങ്ങൾ തിരിച്ചറിയുന്നവർക്ക്, വിവേചിക്കുന്നവർക്ക് മനസ്സിലാകും ഇവരെ തൽക്കാലം ഇങ്ങനെ പൊതിഞ്ഞ് നിർത്തിയിരിക്കുകയാണ്. ഈ ഭൗതിക കാലത്തെ നൈമിഷികമായ നന്മയെ കാണിച്ചുകൊണ്ട് കൊടുത്തുകൊണ്ട് ഇവരെ പൊതിഞ്ഞ് നിർത്തിയിരിക്കുകയാണ്. ഇനി ദൈവമായിട്ട് ഒരാൾക്ക് ഒരു ഉറ്റ ബന്ധം വന്നു എന്നിരിക്കട്ടെ, ഒരു മാനസാന്തരം നടന്നു എന്നിരിക്കട്ടെ, നിശ്ചയമായും അത് വെളിപ്പെട്ടുകൊണ്ടിരിക്കും. സ്തോത്രം. ഒരാളൊരിക്കലും ഇങ്ങനെ വചനം പറഞ്ഞപ്പോൾ ഒരു പ്രസംഗത്തിൽ ഇങ്ങനെ പറഞ്ഞു. ഒരമ്മച്ചി ഒരു ദിവസം യോഗത്തിന് പോയി, വീട്ടമ്മ യോഗത്തിന് പോയി അന്ന് പാവബോധമുണ്ടായ അമ്മ രക്ഷിക്കപ്പെട്ടു, അഥവാ മാനസാന്തരപ്പെട്ടു. പതിപോലെ വീട്ടിൽ വന്ന് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. സന്ധ്യാനേരത്ത് കിച്ചൺ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ആ വീട്ടിലെ പൂച്ച അമ്മയുടെ കാലെ ചുറ്റിയപ്പോൾ അമ്മ പൂച്ചയെ പതുക്കെ കാലുകൊണ്ട് അങ്ങ് മാറ്റി നിർത്തി. ഈ പൂച്ചയ്ക്ക് കാലെ ചുറ്റി പതിവുള്ളതാണ്. പൂച്ചയ്ക്കൊരു സംശയം, ഇന്നലെ തൊഴിച്ചു മാറ്റിയ എന്നെ ഇന്ന് പതുക്കെ മാറ്റി നിർത്താൻ എന്താണ് ഈ അമ്മയ്ക്ക് കാരണം? അമ്മയ്ക്ക് എന്തോ വ്യത്യാസം വന്നിട്ടുണ്ടല്ലോ എന്ന് പൂച്ചയ്ക്ക് തോന്നി എന്ന് പ്രസംഗിയാർ പറയുകയാണ്. എന്നിട്ട് പ്രസംഗിയാരുടെ അതിൻ്റെ കൺക്ലൂഡിങ് ഇങ്ങനെയാണ്: ഒരു വ്യക്തി ദൈവത്തോടു കൂടെയുള്ള വിശ്വാസത്തിൽ മാനസാന്തരപ്പെട്ടാൽ ആ വീട്ടിലെ പൂച്ചയ്ക്ക് മനസ്സിലാവും ഈ അമ്മയ്ക്ക് മാറ്റം വന്നു. ഈ സാത്താൻ്റെ തരികടെ, ചതിവ്, കേട്ടില്ലേ വായിച്ചത്, വഞ്ചന, ഇതൊക്കെ അവൻ്റെ ഓഫറുകളാണ്. അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, ഇവൻ്റെ അധർമ്മമൂർത്തി വെളിപ്പെടാതിരിക്കാനാണ് പരിശുദ്ധാത്മാവ് തടയുന്നതെന്ന് പറഞ്ഞത്. ഈ ലോകത്തെ താങ്ങി നിർത്തിയിരിക്കുന്ന 2 വൻ ശക്തികളാണ്
യേശു ക്രിസ്തുവും പരിശുദ്ധാത്മാവും. ഇന്ന് നിങ്ങൾക്ക് ബോധ്യം വന്നില്ലെങ്കിൽ, യേശു എന്ന് തന്നെ സഭയെടുക്കുമ്പോൾ സഭയും പരിശുദ്ധാത്മാവും ദൈവരാജ്യത്തിലേക്ക് പ്രയാണം ചെയ്യുമ്പോൾ, പിതാവിൻ്റെ വലത്തുഭാഗത്ത് മധ്യസ്ഥം അണയ്ക്കുവാൻ യേശുവില്ല, ഭൂമിയിൽ മധ്യസ്ഥം ചെയ്യുവാനും സാത്താന്യ ശക്തിയെ തടയുവാനും പരിശുദ്ധാത്മാവ് ഇവിടെയില്ല. അപ്പം മനസ്സിലാവും അന്ന് ആ പൊട്ടൻ പറഞ്ഞത് ശരിയാണെന്ന്, ഞാൻ പറഞ്ഞതേ ശരിയാണെന്ന് അന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. സംഭവിക്കാൻ പോവുകയാണ്. ചൂളംവിളി നടന്നുകൊണ്ടിരിക്കുകയാണ്. യുദ്ധം ഞങ്ങൾക്ക് ഇഷ്ടമല്ല, ഞങ്ങൾ പ്രാർത്ഥിക്കും യുദ്ധം പ്രശ്ന പരിഹാരമല്ല, കർത്താവേ സമാധാനം വരുത്തണമേ. സ്വോത്രം. സംഗീതം 122:6 വായിച്ച നമ്മളെ. യെരൂശലേമിന്റെ സമാധാനത്തിനായി പ്രാർത്ഥിപ്പിൻ. നിന്നെ സ്നേഹിക്കുന്നവർ സ്വൈരമായിരിക്കട്ടെ. യെരൂശലേമിന്റെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിപ്പിൻ. കണ്ടോ ആഹ്വാനം, കണ്ടോ നിയോഗം, കണ്ടോ അറിയിപ്പ്, കണ്ടോ ചെയ്യേണ്ട കാര്യത്തിൻ്റെ പ്രബോധനം. ഇതാ ഞങ്ങൾ പിടിച്ചിരിക്കുന്നത്. ലോക സമാധാനത്തിന് വേണ്ടി, ഭാരത സമാധാനത്തിന് വേണ്ടി, സംസ്ഥാനത്തിന് സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള കാര്യത്തിൻ്റെ ഒരു കാൽവയ്പിലാണ് ഞങ്ങളുള്ളത്. എപ്പോഴും അതിലാണ് ഞങ്ങളുടെ ആകമാനമുള്ള ഈ ലോകത്ത് കൊടുക്കുന്ന നന്മ. പ്രധാന ആദ്യത്തെ ഒന്നാമത്തെ നന്മ അതാണ്. ഞാൻ ചുരുക്കട്ടെ, പറഞ്ഞു വന്ന കാര്യം ബാക്കി അടുത്ത എപ്പിസോഡിൽ പറയാം. മൂന്നാമത്തെ മധ്യസ്ഥനെക്കുറിച്ച് പറയുമ്പോൾ ബാക്കി ഇങ്ങോട്ട് തീർത്ത് പറയാം. ഇപ്പോൾ പറഞ്ഞു വന്നത് പൈശാചിക ശക്തിയെ തടയുന്നത്, ഈ വല്ലാത്ത അന്യായത്തെ, അഴിമതിയെ, അക്രമത്തെ തടയുന്നത്, ഒരു കാലത്ത് ചെയ്തു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ പിന്നൊരു സമയം വരുമ്പോൾ വെളിപ്പെടുത്തി കൊണ്ടുവരുന്നത്, അത് പരിശുദ്ധാത്മാവാണ്. അതിൻ്റെ പിറകിൽ ഉള്ളതുകൊണ്ടാണ്. ഒന്നും മറഞ്ഞിരിക്കുകയില്ല, ഒന്നും ഒളിഞ്ഞിരിക്കുകയില്ല. എല്ലാം രക്ഷപ്പെടാമെന്ന് ആരും വിചാരിക്കണ്ട. ഈ കളവെല്ലാം, ഈ നുണയെല്ലാം, ഈ വിധമായിരിക്കുന്ന അന്യായമെല്ലാം, ഈ വിധമായിരിക്കുന്ന അഴിമതിയെല്ലാം, ഈ വിധമായിരിക്കുന്ന സകല തോന്നിവാസങ്ങളും മനുഷ്യരെ ജീവിതത്തിലെല്ലാം വല്ലാത്ത പീഡനത്തിൽ കൂടെ കടത്തിവിടുന്നതെല്ലാം വെളിപ്പെട്ട് വരും. ഒരു സംശയവും വിചാരിക്കണ്ട. ഇത് കേൾക്കുന്ന സഹോദരൻ ആരായിരുന്നാലും, സഹോദരി ഏതായിരുന്നാലും, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരെ അറിയിക്കുക. ഇതാ ഇങ്ങനെ ഒരാൾ പറഞ്ഞിരിക്കുന്നു, തിരുവഴുത്തിൽ കൂടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ പറയുക, നിങ്ങൾ ഷെയർ ചെയ്യുക, നിങ്ങൾ അതിനെ ലൈക്ക് ചെയ്യുക. അത് നിങ്ങളെക്കുറിച്ച് ഒരു അനുഗ്രഹമാകും, കർത്താവിൽ നിന്ന് ലഭിക്കുന്നൊരു അനുഗ്രഹമാകും. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. ശരി, നമുക്കിവിടെ നിർത്താം. പറഞ്ഞു പോകുന്ന കാര്യം മനസ്സിലാക്കാനിടയാകട്ടെ. രണ്ടാമത്തെ മധ്യസ്ഥൻ, പ്രബല ശക്തിയായിരിക്കുന്ന, ആർക്കും തോൽപ്പിക്കാൻ കഴിയാത്ത, ആർക്കും പിടിക്കാൻ കഴിയാത്ത, ആർക്കും എതിർക്കാൻ കഴിയാത്ത, ആർക്കും മാറ്റി നിർത്താൻ കഴിയാത്ത വമ്പൻ ശക്തിയായ, ലോകത്തെ മുഴുവനും നിയന്ത്രിക്കാൻ കഴിയുന്ന വമ്പൻ ശക്തിയായ പരിശുദ്ധാത്മാവ് ഈ പൈശാചിക ശക്തിയെ തടയുന്നത് കൊണ്ടാണ് നിങ്ങൾ ഇന്ന് ഇത്രയും സ്വൈര്യമായിട്ട് കഴിയുന്നത്. ഒരു വ്യത്യാസവുമില്ല. ഒന്നാമത് യേശു ക്രിസ്തു, രണ്ടാമത് പരിശുദ്ധാത്മാവ്, അടുത്ത ആഴ്ച മൂന്നാമത്തത്. കേട്ടോളി. സ്തോത്രം. എൻ്റെ ആയിട്ട് കേൾക്കണ്ട, എന്നെ മറന്നേക്ക്. വചനത്തിൽ കേട്ടോളി, വചനത്തോട് നീതി പുലർത്തിക്കോളി, ദൈവവചനത്തോട് നീതി പുലർത്തിക്കോളി. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, യേശുവിൻ നാമത്തിൽ ഈ നല്ല പകലിനായ കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവേ, ലോകത്തെ താങ്ങുന്ന മധ്യസ്ഥന്മാരിൽ 2 പേരെ ചൂണ്ടിക്കാണിപ്പാൻ 2 എപ്പിസോഡുകളിലായി സാധിച്ചല്ലോ. അത് കേട്ടുകേൾവിയായി കർത്താവെ സങ്കല്പമായി ഊഹാപോഹമായി കളയാതെ കേട്ട ജനത്തിന് അനുഗ്രഹമാക്കി മാറ്റണമേ. അത് അവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന, അവർക്ക് വേണ്ടി വാദിക്കുന്ന, അവർക്ക് വേണ്ടി സംസാരിക്കുന്ന, ഇടനിലക്കാരനായി നിൽക്കുന്ന പരിശുദ്ധാത്മാവിനെ ഓർക്കുവാനും, പരിശുദ്ധാത്മാവ് വന്നാൽ ആദ്യം ചെയ്യുന്ന പണി നിങ്ങളെ ബോധവൽക്കരിക്കലാണെന്ന് യേശു പറഞ്ഞതുപോലെ ആ ബോധം അവർക്കുണ്ടാകത്തക്കവണ്ണം പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ കയ്യിലേക്ക് കാര്യം വരമേൽപ്പിക്കുന്നു. കർത്താവേ, ഒരു അന്വേഷണത്തിൻ്റെ ത്വര, ദൈവരാജ്യത്തിലേക്കുള്ള ഒരു ദാഹം, യേശുവിൻ്റെ വരവിലേക്കുള്ള ഒരു ഒരുക്കത്തിന് കൊതി ഈ കേട്ട ജനത്തിന് നൽകണമേ. സാധ്യമാകട്ടെ, സംഭവിക്കട്ടെ, ഉണ്ടാകട്ടെ. ആരും നശിച്ച് നരകത്തിൽ, അഗ്നിതടാകത്തിൽ പോകാനിടവരാതെ വണ്ണം ദൈവവരെ കരുതുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു.
വീണ്ടെടുക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. എന്നെ കേട്ടതിനായി സ്തോത്രം. വിശുദ്ധ ജനത്തെ ചേർക്കാൻ വേഗത്തിൽ വരുന്ന യേശു ക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ. ആമേൻ.